പള്ളിപ്പാന വരുന്നുണ്ടേ. ചരിത്രപ്രസിദ്ധമായ കോട്ടയം മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രം പള്ളിപ്പാന മഹാകർമ്മത്തിന് തയ്യാറെടുക്കുകയാണ്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ പള്ളിപ്പാന മഹാകർമ്മം നടക്കുന്നത്. 2026 ഏപ്രിൽ 29 മുതൽ മെയ് 10 വരെയുള്ള 12 ദിവസങ്ങൾ മണർകാട് ഭഗവതി ക്ഷേത്രം അക്ഷരാർത്ഥത്തിൽ യജ്ഞശാലയാകും. മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷം പള്ളിപ്പാന മഹാകർമ്മം നടക്കുകയാണ്. 2026 ഏപ്രിൽ 29 മുതൽ മെയ് 10 വരെയാണ് 12 ദിവസമായി ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഒരു ജനപദത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക ചരിത്ര നിക്ഷേപങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സവിശേഷമായ കർമ്മമാണ് പള്ളിപ്പാന. ദേവി ചൈതന്യ വർധനവിനും ഭക്തജനങ്ങളുടെ വിവിധ തരത്തിലുള്ള ബാധാതി ദോഷങ്ങൾ അകറ്റുന്നതിനും വേണ്ടിയാണ് ഈ പള്ളിപ്പാന ചടങ്ങുകൾ നടക്കുന്നത്. ആചാര്യനായി വരുന്നത് മാന്നാർ VK ഉണ്ണികൃഷ്ണനാണ്. മണർകാട് ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുനടയിൽ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ പാടുന്ന പാട്ട് എന്നാണ് പള്ളിപ്പാനയുടെ ലളിതമായ അർത്ഥമെങ്കിലും ആ പാട്ട് ഒരു അനുഷ്ഠാനം എന്നതുപോലെ വിവിധങ്ങളായ ആചാരങ്ങളോടും ക്രിയകളോടും കൂടിയാണ് നിർവഹിക്കപ്പെടുന്നത്. അതാവട്ടെ ഒരു പ്രത്യേക സമുദായത്തിന്റെ അവകാശമായാണ് ഇന്നും അനുഷ്ഠിച്ചു പോരുന്നത്. കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട വേലൻ സമുദായക്കാരാണ് പള്ളിപ്പാനയിലെ കർമ്മികൾ. ഓരോ വ്യാഴവട്ടക്കാലവും അതായത് 12 വർഷവും കൂടിയിരിക്കുമ്പം ദേശദേവതയായിട്ടുള്ള ആരാധനാമൂർത്തി, അത് ദേവനോ ദേവിയോ ആകാം, ആ ദേശത്തിനും ദേശദേവതയ്ക്കും ചൈതന്യത്തിന് ബാധിച്ചിരിക്കുന്ന നാവിൻ ദോഷം, കണ്ണുദോഷം, പ്രാക്കുദോഷം, ശത്രുദോഷങ്ങൾ അങ്ങനെയുള്ള ഈതിബാധകൾ മാറുന്നതിനും ദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്ന കാലദോഷങ്ങൾ, അതായത് മാരണങ്ങളെ, അപമൃത്യു, ദുരിതങ്ങളടക്കമുള്ള പ്രതിക്ഷോഭങ്ങളടക്കമുള്ള മാരണദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് അതിപുരാതനമായിട്ട് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് പള്ളിപ്പാന. പള്ളിപ്പാന ആദ്യം നടത്തിയത് ഭഗവാൻ ശ്രീ പരമേശ്വരനാണെന്നാണ് വിശ്വാസം. പാലാഴി മഥനം നടന്ന സന്ദർഭം ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ജരാനര ബാധിച്ച ദേവന്മാർ ശാപമോചനത്തിനായി പാലാഴി കടഞ്ഞ് അമൃത സേവിക്കുവാൻ തയ്യാറാകുന്നു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് വാസുകിയെ കയറായും മന്ദരപർവ്വതത്തെ മത്തായും ഉപയോഗിച്ച് പാലാഴി കടയുകയും അനേകം ദിവ്യവസ്തുക്കൾ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ദിവ്യമായ അമൃത് ലഭിച്ചു. അസുരന്മാർ ദേവന്മാരിൽ നിന്ന് അമൃത് തട്ടിയെടുത്തു. അമൃത് വീണ്ടെടുക്കുന്നതിനായി മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ അസുരന്മാരെ സമീപിച്ച് അവരിൽ നിന്ന് അത് കൗശലപൂർവ്വം കൈവശപ്പെടുത്തി ദേവന്മാർക്ക് നൽകി. അമൃത് നഷ്ടപ്പെട്ട അസുരന്മാർ ഗുരുവായ ശുക്രാചാര്യരെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. അമൃത് കൈവശപ്പെടുത്തി കടന്നു കളഞ്ഞത് മഹാവിഷ്ണുവാണെന്ന് ദിവ്യദൃഷ്ടിയാൽ അറിഞ്ഞ ശുക്രാചാര്യർ കോപിഷ്ഠനായി മഹാവിഷ്ണുവിന് പീഡകൾ ഉണ്ടാകാൻ ആഭിചാരകർമ്മം നടത്തി. ദുർമന്ത്രവാദവും ആഭിചാരകർമ്മവും അതോടെയാണ് ആരംഭിച്ചതെന്ന് ഒരു വിശ്വാസവുമുണ്ട്. ശുക്രാചാര്യരുടെ കർമ്മങ്ങൾ മൂലം ഭഗവാന് ആലസ്യവും പാലാഴിയിലെ ജലത്തിന് നീല നിറവുമുണ്ടായി. അവിടുത്തെ ജീവജാലങ്ങൾ നശിക്കുകയും ചെയ്തു. ദുർനിമിത്തങ്ങൾ കണ്ട് ദേവന്മാരും മഹർഷിമാരും ഭയവിഹുലരായി. 14 വർഷം ഭഗവാൻ രോഗപീഠയിൽ വലഞ്ഞു. മഹാവിഷ്ണുവിന് സംഭവിച്ച ദോഷത്തിന് പരിഹാരം കാണാൻ ദേവന്മാരും നാരദാദി മുനികളും ഒത്തുചേർന്നു. ഗണപതിയുടെ നിർദ്ദേശപ്രകാരം ജ്യോതിശാസ്ത്രത്തിന്റെ കുലപതിയായ ശ്രീ സുബ്രഹ്മണ്യൻ രാശിപ്രശ്നം നടത്തി. ഇതാണ് ഭൂമിയിലെ തന്നെ ആദ്യത്തെ പ്രശ്നവിചാരമെന്നാണ് വിശ്വാസം. പ്രശ്നചിന്തയിൽ നവഗ്രഹങ്ങൾ മൃത്യുസൂത്രത്തിൽ അഥവാ മരണരാശിയിൽ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ദുഃഖിതരായി. ദോഷപരിഹാരം ചെയ്യാൻ ഒരു പ്രത്യേക സമുദായത്തിനു മാത്രമേ കഴിയൂ എന്ന് സുബ്രഹ്മണ്യൻ വിധിച്ചു. അത് വേലൻ സമുദായമായിരുന്നു. ആ സമുദായത്തെ അന്വേഷിച്ച് ദേവന്മാർ പലയിടങ്ങളിലും അലഞ്ഞുവെങ്കിലും ഫലമുണ്ടായില്ല. നിരാശരാവാതെ അവർ നാരദന്റെ ഉപദേശപ്രകാരം കൈലാസത്തിലെത്തി. ശക്തിസമേതനായ ശ്രീ പരമേശ്വരനെ കണ്ടു വണങ്ങി ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം തുടരെ ജപിച്ചു. സന്തുഷ്ടനായ മഹാദേവൻ ദേവന്മാരോട് വിവരമന്വേഷിച്ചു. അവർ മഹാവിഷ്ണുവിന്റെ രോഗവിവരങ്ങൾ വിശദമായി മഹാദേവനെ ധരിപ്പിക്കുകയും
സുബ്രഹ്മണ്യൻ നടത്തിയ പ്രശ്നവിധിയുടെ ചാർത്ത് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. എല്ലാം ശ്രദ്ധാപൂർവം കേട്ട മഹാദേവൻ ദേവന്മാരെയും മഹർഷിമാരെയും സമാധാനിപ്പിച്ച് കർമ്മം ചെയ്യാനുള്ള ആചാര്യനെ യഥാസമയം എത്തിച്ചുകൊള്ളാമെന്ന് അറിയിച്ചു. എന്ന് പറയുമ്പോൾ പാന എന്ന് വെച്ചാൽ പാട്ടെന്നാണ് അർത്ഥം. പാട്ടെന്ന് വെച്ചാൽ വേദങ്ങളാണ് പാടുന്നത്. വേദങ്ങൾ എന്ന് പറയുമ്പോൾ അത് വേദങ്ങൾ ഈ വേലൻ സമുദായത്തിനായിട്ട് നിഷ്കർച്ചിട്ടുള്ള രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്കകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഭാരതം കഥയാണ്. ഭാരതത്തിലെ പഞ്ചപാണ്ഡവരുടെയും 100 പേരുടെയും അവർ തമ്മിലുള്ള വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളും പിന്നുണ്ടാകുന്ന സുഖങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കഥയിൽ പാടുന്നത്. പിന്നെ മറ്റു കഥകളായിട്ടുള്ള പാലാഴിമദനവും ഗജേന്ദ്രമോക്ഷവും പിന്നെ മറ്റുള്ള എല്ലാ ഈശ്വരീയമായ കഥകളും നമ്മൾ പാടും. ആ പാട്ടാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം. അതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ദേവത എന്ന് വെച്ചാൽ മഹാദേവനാണ്. മഹാദേവനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ കർമ്മത്തിൻ്റെ തുടക്കം. അടുത്ത പ്രഭാതത്തിൽ തന്നെ മഹാവിഷ്ണുവിന്റെ രോഗം മാറ്റുന്നതിന് മഹാദേവൻ സ്വയം വേലനായും ശ്രീ പാർവതി ദേവി വേലത്തിയായും അവതാരമെടുത്ത് പാലാഴി ഗോപുരത്തിന്റെ മുന്നിലെത്തി വിഷ്ണു ഭഗവാനെ സ്തുതിഗീതങ്ങൾ പാടി പ്രസാദിപ്പിച്ചു. സ്തുതി കേട്ട വിഷ്ണു ഭഗവാൻ ഉണരുകയും ആഗമനോദ്ദേശം ആരായുകയും ചെയ്തു. മഹാവിഷ്ണുവിന്റെ രോഗപീഠകൾ മാറ്റുന്നതിന് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നും അതിനാണ് താൻ എത്തിയിരിക്കുന്നതെന്നും അറിയിച്ച് അനുജ്ഞ വാങ്ങി മഹാദേവൻ ആ കർമ്മങ്ങൾ യഥാവിധി നിർവഹിച്ചു. ഭഗവാന്റെ ആലസ്യവും പ്രയാസങ്ങളും അതോടെ മാറുകയും പൂർവാധികം ഊർജ്ജസ്വലനായി തീരുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. അപ്പം പള്ളിപ്പാന എന്ന് വെച്ചാൽ പള്ളിപ്പന്തൽ. നമ്മൾ പള്ളിപ്പന്തലിന് വേണ്ടിയിട്ടാണ് ഇപ്പം കാൽനാട്ട് കർമ്മം പള്ളിപ്പാനയുടെ തുടക്കം കുറിച്ചത്. ഈ പള്ളിപ്പന്തൽ നിർമ്മിച്ചിട്ട് അതിലോട്ട് ഏത് ദേവതയാണോ ആ ദേവതയെ ആയുധത്തിൽ ആവാഹിച്ചിരുത്തിയിട്ട് മന്ത്രതന്ത്രങ്ങളാൽ പൂജിക്കുകയും പാടുകയും ചെയ്യുന്നതാണ് ഈ കർമ്മം. അപ്പോൾ അതിന് 2 പേര് തൂപ്പൊഴി. തൂപ്പെന്ന് പറയുമ്പോൾ ഉപ്പ്, തവിട്, കടുക്, കാന്തകാരി, അതുപോലെ തന്നെ എലഞ്ഞിത്തൂപ്പ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് പാട്ടിനനുസരിച്ച് ഒഴിഞ്ഞ് കുണ്ടത്തിലിട്ട് ഈ 12 ദിവസവും മഹൽ 18 കർമ്മങ്ങൾ നടത്തുമ്പം 2 കാലമായിട്ട് ഇവിടെ ഓത്ത് നടക്കും. അതാണ് ഈ പള്ളിപ്പാന. അപ്പോൾ ആ പള്ളിപ്പാന നടത്തുന്നതുകൊണ്ട് ഒരു വ്യാഴവട്ടക്കാലത്ത് ദേശത്തിനും ദേശവാസികളും ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ മണർകാട് ക്ഷേത്രത്തിലാണെങ്കിൽ 22 വർഷത്തിന് ശേഷമാണ് പള്ളിപ്പാന ഇപ്പം നടക്കുന്നത്. 28 കരയിലും ഉണ്ടായിട്ടുള്ള എല്ലാ ദുഷ്കൃതങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ട് പുരാതനമായിട്ട് ഈ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കർമ്മങ്ങൾ ചെയ്ത ശേഷം ഭഗവാൻ ശ്രീ പരമേശ്വരൻ ലോകത്ത് വേലന്റെ ആവശ്യം മനസ്സിലാക്കുകയും വേലൻ എന്ന കുലത്തെ സൃഷ്ടിക്കുകയും അവർക്ക് ഓതിയൊഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്ത് നാവുദോഷം, കണ്ണുദോഷം, മറ്റ് ആഭിചാര ദോഷങ്ങൾ എന്നിവ മാറ്റുന്നതിനുള്ള സിദ്ധി നൽകുകയും ചെയ്തു. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ശ്രീ മഹാവിഷ്ണുവിന്റെ ദോഷങ്ങൾ തീർക്കുന്നതിനായി നടത്തിയ 18 കർമ്മങ്ങളാണ് പള്ളിപ്പാന ചടങ്ങുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഐതിഹ്യത്തെ മുൻനിർത്തിയാണ് ശിവസ്തുതികളോടെ പള്ളിപ്പാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മെയ് 7, 8, 9 തീയതികളിൽ നടക്കുന്ന പാനയടിയാണ് പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങ്. ഈ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ദോഷപരിഹാരത്തിനായി ശിരസിലൊഴിഞ്ഞ് എത്തിക്കുന്ന നാളികേരങ്ങൾ പാനയടി കർമ്മത്തിന് ഉപയോഗിക്കുന്നു. ദർശന പ്രാധാന്യമുള്ള ഭക്തിനിർഭരമായ വിശേഷാൽ ചടങ്ങുകളാണ് 12 ദിവസങ്ങൾ നീളുന്ന പള്ളിപ്പാന ചടങ്ങുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശേഷാൽ ചടങ്ങുകൾക്ക് സാക്ഷിയാകാനും കണ്ടുതൊഴാനുമായി ദൂരദിക്കുകളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുമെന്നുറപ്പാണ്. ഭക്തജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് മണർകാട് ഭഗവതി ദേവസ്വം ഭരണസമിതി അധികൃതർ.